1886 മെയ് 1 ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡർ ആൻഡ് ലേബർ യൂണിയൻ എന്ന സംഘടനയുടെ കീഴിൽ അമേരിക്കയിൽ ഒട്ടാകെ തൊഴിലാളികൾ സമരത്തിലിറങ്ങുന്നു. തൊഴിൽ സമയം 8 മണിക്കൂറാക്കണം എന്നതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. ശേഷം മെയ് 3 ചിക്കാഗോയിലെ മക്കോർമിക് റീപ്പർ പ്ലാന്റിൽ സമരം ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് നേരെ പോലീസ് വെടിയുതിർത്തുകയും 2 തൊഴിലാളികൾ മരിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം, അതായത് മെയ് 4 തൊഴിലാളികൾ ചിക്കാഗോയിലെ ഹെയ് മാർക്കറ്റ് സ്ക്വയറിൽ ഒത്തുകൂടുകയുണ്ടായി. സമാധാനമായി പൊക്കൊണ്ടിരുന്ന ഒത്തുകൂടൽ രാത്രി 10:30 അക്രമാസക്തമാകുന്നു. ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു അജ്ഞാത വ്യക്തി പോലീസിന്റെ ഇടയിലേക്ക് ഒരു ബോംബ് എറിയുന്നു. ബോംബ് പൊട്ടി മത്തിയാസ് ജെ ഡേഗൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തൽക്ഷണം മരിക്കുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് തുഴുതുര വെടിയുയർത്തുകയും അതിൽ 7 പോലീസുകാരും 4 തൊഴിലാളികൾ മരിക്കുകയും 100 കണക്കിന് ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്യുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭിക്കാതിരുന്നിട്ടും ബോംബെറിഞ്ഞയാളെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നിട്ടും സമരത്തിന് നേതൃത്വം കൊടുത്ത ഓഗസ്റ്റ് സ്പൈസ്, ആൽബർട്ട് പാഴ്സൺസ്, സാമുവൽ ഫീൽഡൻ അടക്കം 8ഓളം നേതാക്കളെ കുറ്റക്കാരായി വിധിക്കുകയും 7 പേർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1887 നവംബർ 11 7 പേരെ തൂക്കിലേറ്റുകയും ഒരാൾ തൂക്കിലേറ്റപ്പെടുന്നതിന്റെ തലേ ദിവസം ആത്മഹത്യ ചെയ്ത് മരിക്കുകയും ചെയ്യുന്നു. ഇവരെ പിൽക്കാലത്ത് ഹേ മാർക്കറ്റ് രക്തസാക്ഷികൾ എന്നറിയപ്പെട്ടു. അന്നത്തെ തൊഴിലാളി സമരത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ ഈ വിധി തികച്ചും അനീതിയായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. 1893 ഇലിനോയ്സ് സ്റ്റേറ്റിലെ ഗവർണറായിരുന്ന ജോൺ ആൾഡ്ഗൾഡ് വധശിക്ഷയിൽ നിന്ന് സർവൈവ് ചെയ്ത 3 നേതാക്കളോട് ഒഫീഷ്യലായി മാപ്പ് പറയുകയും അന്നത്തെ വിധി തികച്ചും ബയസ്ഡ് ആയിരുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ 1889 പാരീസിൽ ഒത്തുചേർന്ന മാർക്സിസ്റ്റ് ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് 1890 മുതൽ മെയ് 1 എന്നത് 86 തൊഴിലാളികളുടെ സമരത്തിലും അതുപോലെ തന്നെ ഹെയ് മാർക്കറ്റ് ട്രാജഡിയിലും ജീവൻ നഷ്ടപ്പെട്ടവരുടെയും സ്മരണയിൽ ലോക തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്.